ഹലോ കൂട്ടുകാരെ. ഹായ്. എല്ലാവർക്കും സുഖാണല്ലോ? സുഖാണോ? കിട്ടു ചോദിക്കുന്ന കേട്ടോ, സുഖാണോ എന്ന്. അപ്പോൾ വീണ്ടും നമുക്ക് എനിക്കും കിട്ടുവിനും അപ്പോൾ നിങ്ങളെ കാണാൻ കഴിയുന്നതിലുള്ള സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ കഥ പഠിക്കാൻ പോവുകയാണ്. ഒരു ചെന്നായ. ചെന്നായ എന്ന് കണ്ടിട്ടുണ്ടോ കിട്ടു? കുറുക്കനാണോ എന്ന് ചോദിക്കുന്നത്. കുറുക്കൻ അല്ല, കുറുക്കനെ പോലെയാണ്. കുറുക്കനും ചെന്നായും രണ്ടും രണ്ടാണ് കേട്ടോ. എന്നാലും ചെന്നായും കുറുക്കനും ഒക്കെ കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങളാണ്. അവർ വളരെ ഉപദ്രവകാരികളാണ്. മറ്റ് മൃഗങ്ങളെയൊക്കെ പിടിച്ച് കൊന്ന് തിന്നുക ആണ് ഇവരുടെ ഭക്ഷണം. അവർക്കും ജീവിക്കേണ്ട എന്നാണ് ചോദിക്കുന്നത്. അതൊരു കാടിൻ്റെ ഒരു നിയമമാണ്, പ്രകൃതി നിയമമാണ് അല്ലേ. ശരി, സന്തോഷം. അപ്പോൾ ഒരു ചെന്നായയുടെ കഥയാണ്. ചെന്നായ വൈദ്യനായ കഥ. വൈദ്യൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? ഡോക്ടറായ കഥ. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ കിട്ടുന്ന മനസ്സിലായി. ചെന്നായ ഡോക്ടറായ ഒരു കഥ. ഒരിക്കൽ ഒരു ചെന്നായ നല്ല വിശന്നു വലഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അയ്യോ പാവമൊന്ന്. വിശന്ന പാവമാണ്. ചോറ് വേണമെന്ന്. കിട്ടുവിന് വിശന്ന ചോറ് വേണം. പക്ഷേ ചെന്നായിക്ക് ചോറ് കഴിക്കാനൊന്നും പറ്റത്തില്ല, കാട്ടിലല്ലേ. അപ്പോൾ അവിടെ ആരും ചോറുണ്ടാക്കി കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും മൃഗത്തെ പിടിച്ചും കഴിക്കും. അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെയൊക്കെ വിശപ്പടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വിശന്നു വലഞ്ഞ ഒരു ചെന്നായ നോക്കുമ്പോൾ കുറേ കുതിര കൂട്ടം, കുറേ കുതിരക്കൂട്ടം നിന്ന് ഇങ്ങനെ പുല്ല് മേയുന്നു. നല്ല ഓടുന്നതാണ് കുതിര. അപ്പോൾ കിട്ടുന്ന അതൊക്കെ അറിയാമല്ലേ? എവിടെ കണ്ടിട്ടുണ്ട്? മത്സരത്തിന് കണ്ടിട്ടുണ്ട്. കിട്ടു കുതിര മത്സരത്തിനൊക്കെ പോകും. ഊട്ടിയിലാണ് നടക്കുന്നത്. ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുതിരക്കൂട്ടം ഇങ്ങനെ നിന്ന് പുല്ല് മേയുന്നു. അപ്പോൾ നമ്മുടെ ചെന്നായിക്ക് ഒരു ആഗ്രഹം, ഒരു കുതിരയെങ്കിലും ഒന്ന് വകവരുത്തി അതിനെ ഭക്ഷിച്ചാൽ എന്താ? അപ്പോൾ ചെന്നായ പക്ഷേ എങ്ങനെ ചെന്ന് പിടിക്കും? വലിയ കൂട്ടം നിൽക്കുകയാണ് കുതിരകൾ അല്ലേ. അപ്പോൾ കുതിര എന്ത് ചെയ്യും? ഒരാളെ പിടിക്കാൻ പോയാൽ ചവിട്ടും. അപ്പോൾ അത് ചെന്നായിക്ക് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു സൂത്രം ഉപയോഗിച്ചേ പറ്റുള്ളൂ. ചെന്നായ എന്ത് ചെയ്യുന്നറിയാമോ? ചെന്നായ കുതിരക്കൂട്ടത്തിൻ്റെ അടുക്കേക്ക് പതുക്കെ നടന്നു പോയി. എന്നിട്ട് കുതിരയോട് പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു വൈദ്യനാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചെന്നായ വൈദ്യനാണ്, ആരും പേടിക്കരുത്, ഞാൻ അങ്ങനെ ആരെയും ഉപദ്രവിക്കുകയൊന്നുമില്ല എന്ന് ഈ ചെന്നായ ആരോട് പറഞ്ഞു? കുതിരയോട് പറഞ്ഞു. അപ്പോഴാണ് കുതിര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്? അപ്പോൾ ചെന്നായ പറയുകയാണ്, നിങ്ങൾ ഒരാൾക്ക് ഒരു കാലിലൊരു പ്രശ്നമുണ്ട് കേട്ടോ, അത് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കി തരാം, അയാൾ മാത്രം എൻ്റെ അടുത്തോട്ടൊന്ന് വരാമോ എന്ന് പറഞ്ഞു. അപ്പോൾ കുതിരകൾ ചോദിച്ചു, അതാർക്കാ? അതൊരു കുട്ടിക്കുതിര. കിട്ടുന്നറിയാമോ? അതൊരു കുട്ടിക്കുതിരയാണ് കേട്ടോ. ഒരു കുട്ടിക്കുതിരയാണ്. എങ്ങനെയെങ്കിലും അതിനെ പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ കൗശലക്കാരനായ ഈ ചെന്നായിക്ക്. അപ്പോൾ ഈ കൂട്ടത്തിലൊരു വലിയ കുതിരയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ കുതിര പറഞ്ഞു, ആ കുട്ടിക്കുതിരയെ ചികിത്സിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ചികിത്സിക്കാമോ? എൻ്റെ കാലിന് ഭയങ്കര ഒരു വേദന കേട്ടോ. അപ്പോൾ ചെന്നായ നോക്കിയപ്പോൾ നല്ല വലിയൊരു കുതിരയാണ്. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും വകവരുത്തിയാൽ കുറേ നാളത്തേക്ക് കുശാലായി. അപ്പോൾ പറഞ്ഞു, നോക്കാമല്ലോ, നിങ്ങൾ മാത്രം ഇങ്ങോട്ട് വരുമോ, ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് പോട്ടെ. അങ്ങനെ വലിയ കുതിര അടുത്തേക്ക് വന്നു. കാലൊന്ന് നോക്കട്ടെ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കാലിൻ്റെ അരികിലേക്ക് പോയിട്ട് ഈ കുതിര കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചാടി പിടിക്കാനായിട്ട് ശ്രമിച്ചു. കുതിര എന്ത് ചെയ്യുന്നറിയാമോ? കുതിരയ്ക്ക് അറിയാമായിരുന്നു അവൻ്റെ ഈ സൂത്രമൊക്കെ. കുതിര എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ വലിയ കാലുകൊണ്ട് ഒരൊറ്റ തൊഴി വെച്ച് കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ തൊഴിയും കൊണ്ട് നമ്മുടെ ചെന്നായ 4 മലക്കം പറഞ്ഞങ്ങ് ദൂരെ പോയി വീണു. അപ്പോൾ ചെന്നായ അവിടെ നിന്ന് പിന്നെ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് രക്ഷപ്പെട്ടു. അപ്പോൾ കൂട്ടത്തിലെ മറ്റു കുതിരകളെല്ലാം ഓടി വന്നു. അവർക്ക് കാര്യം മനസ്സിലായി. അവർ ഈ വലിയ കുതിരയോട് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചെന്നായ ഈ കൂട്ടത്തിലെ കൂട്ടുകാരെ എല്ലാം ഇങ്ങനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ബുദ്ധിയോടുകൂടെ വലിയൊരു കുതിര ആ ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ചതുകൊണ്ട് എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. നമ്മളെപ്പോഴും ബുദ്ധിയുള്ള മക്കളായിരിക്കണം.
പലവിധമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ അരികിലേക്ക് വരും. നമ്മളാരും എന്ത് ചെയ്യരുത്, തളർന്നു പോകരുത്. നമ്മൾ പരസ്പരം കൈകോർത്ത് നിന്ന് നമ്മളതിനെല്ലാം അതിജീവിക്കാനായിട്ട് കഴിയണം. സന്തോഷവും സമാധാനവും ഒക്കെ പകർന്നു കൊടുക്കാൻ കഴിയണം. നല്ല മക്കളായിട്ട് വളരണം, അല്ലേ? നല്ല ഉത്സാഹമുള്ള മക്കളായിട്ട് വളരണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുള്ള അനുഗ്രഹമുള്ള മക്കളായി വളരാനായിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. കിട്ടു പറഞ്ഞു ബൈ ബൈ.